സ്മരണകൾ MP പോളിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് എഴുതിയതും ഇദ്ദേഹമാണ്. DC-യും ഒരു ഉണ്ട ക്രിസ്ത്യാനിയും. ഇതൊക്കെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്, നമ്മുടെ മാതൃകാ ചോദ്യ പേപ്പറുമായിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പരീക്ഷയിൽ മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരുപിടി ചോദ്യങ്ങളാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഒരു പരീക്ഷ നടക്കുന്നു എന്ന അതേ ഗൗരവത്തോടു കൂടി തന്നെ ഈ ഒരു സെഷനെ നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണിത് എന്ന ഭാവത്തിൽ തന്നെ ഇതിനെ പരിഗണിക്കുക. ഒരു കടലാസും പേനയുമായിട്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ. നമ്മൾ ആദ്യം ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചോദ്യം ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കുന്ന കടലാസിൽ 1 എന്ന് ചോദ്യ നമ്പർ ഇട്ടതിന് ശേഷം A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D എന്ന് എഴുതി തയ്യാറാക്കി വെക്കുക. ചോദ്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമായിരിക്കും വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നത്. ആ സമയത്ത് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എന്ന നിലയിൽ മലയാളത്തിന്റെ തയ്യാറെടുപ്പ് എത്രത്തോളം ഫലവത്തായി പുരോഗമിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാൻ ഈ ഒരു കടലാസ് നിങ്ങളെ സഹായിക്കും. അതിനനുസരിച്ച് വേണം മുന്നോട്ടുള്ള ഒരുക്കത്തിന് തയ്യാറെടുക്കാൻ. പറഞ്ഞത് എല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം ചോദ്യം പറയും, പിന്നീടായിരിക്കും ഉത്തരം പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, കൂടുതൽ സമയം ഉത്തരം എഴുതാനായിട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യണം. അതിനുശേഷം മാത്രമേ തുടർന്ന് കാണാവൂ. ഉത്തരം ഒരു കാരണവശാലും നിങ്ങൾ എഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഉത്തരം നോക്കരുത് കേട്ടോ. ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ പരിഗണിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? 1 ഖബർ വൈക്കം മുഹമ്മദ് ബഷീർ, 2 പാവക്കുട്ടി ഗ്രേസി, 3 അനർഘ നിമിഷം KR മീര, 4 എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റേക്കാട്ട്. ഇതിൽ ഏതാണ് ശരിയായ ജോഡികൾ എന്നതാണ് ചോദ്യം. ഓരോ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ A 1 4, ഓപ്ഷൻ B 1 3, ഓപ്ഷൻ C 2 4, ഓപ്ഷൻ D 3 4. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം കണ്ടെത്താൻ കുറച്ചുകൂടി സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ഉത്തരം കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്. 2 4 മാത്രം ശരി. പാവക്കുട്ടി എന്ന കൃതിയുടെ കർത്താവ് ഗ്രേസിയാണ്. അനർഘ നിമിഷം, ക്ഷമിക്കണം, എന്റെ വഴിയമ്പലങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് SK പൊറ്റേക്കാട്ടുമാണ്. 1 3 തെറ്റായതാണ്. അതെങ്ങനെ ശരിയാക്കാമെന്ന് വഴിയെ പരിഗണിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മഞ്ജുതരം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ A കഥാസമാഹാരം, ഓപ്ഷൻ B ജീവചരിത്രം, ഓപ്ഷൻ C ആത്മകഥ, ഓപ്ഷൻ D നോവൽ. ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് മഞ്ജുതരം? സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വന്നതാണ് കേട്ടോ. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്. ആത്മകഥ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന കൃതിയാണ് മഞ്ജുതരം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. 2025 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ A പട്ടുനൂൽപ്പുഴു, ഓപ്ഷൻ B ആനോ, ഓപ്ഷൻ C നാരകങ്ങളുടെ ഉപമ, ഓപ്ഷൻ D നൃത്തം ചെയ്യുന്ന കുടകൾ. ഏതാണ് ശരിയായ ഉത്തരം? 2025 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ A ആണ്. പട്ടുനൂൽപ്പുഴുവാണ് ശരിയായ ഉത്തരം. S ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴുവിനാണ് 2025 ബഷീർ പുരസ്കാരം ലഭിച്ചത്. നാലാമത്തെ ചോദ്യത്തിലേക്ക്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? ഓപ്ഷൻ A ഉരകം, ഓപ്ഷൻ B സാരംഗം, ഓപ്ഷൻ C ഭൗമം, ഓപ്ഷൻ D കുടരം. ഇതിൽ ഏതാണ് പക്ഷിയുടെ പര്യായമായി പരിഗണിക്കാവുന്നത്? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്. സാരംഗമാണ് പക്ഷിയുടെ പര്യായമായി പരിഗണിക്കാവുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ A വിദ്യാർത്ഥികൾ, ഓപ്ഷൻ B ദ്രോണർ,
ഓപ്ഷൻ സി ശിശുക്കൾ, ഓപ്ഷൻ ഡി സ്ത്രീകൾ. ഇതിൽ ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദ്രോണർ. ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യത്തിലേക്ക്. ഏതു പ്രവർത്തിക്കും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം എന്ന ആശയം വരുന്ന ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ അണ്ണാറക്കണ്ണനും തന്നാലായത്. ഓപ്ഷൻ ബി നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം. ഓപ്ഷൻ സി കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം. ഓപ്ഷൻ ഡി മുള്ളു പിടിക്കലും മുറുകെ പിടിക്കണം. ഏതു പ്രവർത്തിക്കും ഒരു അടിസ്ഥാനമുണ്ടായിരിക്കണം എന്നർത്ഥം വരുന്ന ചൊല്ല് കിട്ടിയോ? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുള്ളു പിടിക്കലും മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ഏതു പ്രവർത്തിക്കും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം എന്ന ആശയം വരുന്ന ചൊല്ല്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക്, മറ്റൊരു ശൈലിയിലേക്ക്. അഷ്ടബന്ധമുറപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അഷ്ടബന്ധമുറപ്പിക്കുക. ഓപ്ഷൻ എ പാടെ ഉപേക്ഷിക്കുക. ഓപ്ഷൻ ബി വേണ്ടാത്തത് പ്രവർത്തിക്കുക. ഓപ്ഷൻ സി സ്പർദ്ധയുണ്ടാക്കുക. ഓപ്ഷൻ ഡി ദൃഢനിശ്ചയം ചെയ്യുക. അഷ്ടബന്ധമുറപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദൃഢനിശ്ചയം ചെയ്യുക എന്നതാണ് അഷ്ടബന്ധമുറപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക്. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ എ ഗ്രാമവാസികളും ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ ബി ആബാലവൃദ്ധം ജനങ്ങളും ഗ്രാമവാസികളും യോഗത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ സി ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ ഡി സമീപവാസികളും ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഏതാണ് ശരിയായ വാക്യം? ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശരിയായ വാക്യം. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക്. പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. കാസിൽ ഇൻ ദി എയർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ മനോരാജ്യം. ഓപ്ഷൻ ബി വളരെ സന്തോഷത്തോടെ. ഓപ്ഷൻ സി വളരെ സൂക്ഷിച്ച്. ഓപ്ഷൻ ഡി മൃഗീയ ഭൂരിപക്ഷം. ഇതിൽ ഏതാണ് കാസിൽ ഇൻ ദി എയർ എന്ന പ്രയോഗത്തോട് ചേർന്ന് നിൽക്കുന്നത്? കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മനോരാജ്യം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് കാസിൽ ഇൻ ദി എയർ. പത്താമത്തെ ചോദ്യത്തിലേക്ക്. സ്വർണം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ കനകം. ഓപ്ഷൻ ബി കാഞ്ചനം. ഓപ്ഷൻ സി ദിവം. ഓപ്ഷൻ ഡി ഹേമം. ഇതിൽ ഏതാണ് സ്വർണത്തിന്റെ പര്യായം അല്ലാത്തത് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദിവം. ദിവം സ്വർണത്തിന്റെ പര്യായമല്ല. ബാക്കി മൂന്നും സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ്. ദിവം എന്ന വാക്കിന് ദിവസം എന്നാണ്, പകൽ എന്നാണ് അർത്ഥം. 11ാമത്തെ ചോദ്യത്തിലേക്ക്. ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ എ പ്രമാണം. ഓപ്ഷൻ ബി സുഷുപ്തി. ഓപ്ഷൻ സി അചേതനം. ഓപ്ഷൻ ഡി അപകൃഷ്ടം. ഇതിൽ ഏതാണ് ജാഗരണത്തിന്റെ വിപരീതമായിട്ട് പരിഗണിക്കാവുന്നത്? കിട്ടിയോ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജാഗരണത്തിന്റെ വിപരീതം സുഷുപ്തി എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ശരിയല്ലാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ഉദ്ദീപനം. ഓപ്ഷൻ ബി ഉപവിഷ്ടൻ. ഓപ്ഷൻ സി ഉയിർപ്പ്. ഓപ്ഷൻ ഡി ഊക്ഷ്മാവ്. ഇതിൽ ഏതാണ് ശരിയല്ലാത്ത പദം എന്നതാണ് 12ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഊക്ഷ്മാവ് എന്നുള്ളത് ശരിയല്ലാത്ത പദമാണ്. ഊഷ്മാവാണ് ശരി, ഊക്ഷ്മാവ് തെറ്റ്. 13ാമത്തെ ചോദ്യം. കൂനുള്ള എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മന്ധര, മന്ദര, മന്ധര, മന്ധര. ഇതിൽ ഏതാണ് കൂനുള്ള എന്നർത്ഥം വരുന്ന പദം? കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ള ഒന്നാണ്. ഉത്തരത്തിലേക്ക് കടക്കാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മന്ധര. മന്ധര എന്ന വാക്കിന് കൂനുള്ള എന്ന അർത്ഥമാണ് ലഭിക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷനിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 14ാമത്തെ ചോദ്യം ഇതാണ്. ഉദ്യോഗം എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ എ ഉദ് അധികം യോഗം. ഓപ്ഷൻ ബി ഉത്ത് അധികം യോഗം.
ഓപ്ഷൻ സി ഉദ്യ അധികം യോഗം, ഓപ്ഷൻ ഡി ഉ അധികം ദ്യോഗം. ഇതിൽ ഏതാണ് ഉദ്യോഗം എന്ന വാക്കിന്റെ ശരിയായ പിരിച്ചെഴുത്ത്? കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത് അധികം യോഗം. അതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? ഉദ്യോഗമാകുന്നത്. ഓരോ ചോദ്യത്തിന്റെയും വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഉത്തരം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ എന്തുകൊണ്ട് ശരിയായ ഉത്തരമായില്ല, അവയുടെ വിശദീകരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഉത്തര സൂചികയിലേക്ക്. ഈ 14 ചോദ്യങ്ങളിൽ എത്ര എണ്ണം നമുക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. 1 സി, 2 സി, 3 എ, 4 ബി, 5 ബി, 6 ഡി, 7 ഡി, 8 സി, 9 എ, 10 സി, 11 ബി, 12 ഡി, 13 ഡി, 14 ബി. ഇങ്ങനെയാണ് 14 ചോദ്യങ്ങളുടെയും ഉത്തര സൂചിക. 14ൽ എത്ര എണ്ണം ശരിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു? ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളുക. കമന്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങോട്ട് കടക്കാം? വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളേവ? കണ്ടെത്തി കഴിഞ്ഞു. 2ഉം 4ഉം മാത്രം. പാവക്കുട്ടി എന്ന ബാലസാഹിത്യ കൃതിയുടെ കർത്താവ് ഗ്രേസിയാണ്. അനർഘ നിമിഷം എന്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥയുടെ കർത്താവ് SK പൊറ്റേക്കാട്ടുമാണ്. ഇനി 1ഉം 3ഉം തെറ്റാണെന്ന് മനസ്സിലായി. 1 ഖബർ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? KR മീരയാണ്. അനർഘ നിമിഷം എന്ന കൃതിയുടെ കർത്താവോ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട കൃതികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആദ്യം KR മീരയിൽ നിന്ന്. ഖബർ എന്ന നോവലിന്റെ കർത്താവാണ് KR മീര. 2001 ജനുവരി 1 സർപ്പയജ്ഞം എന്ന കഥയാണ് മീരയുടേതായി ആദ്യം മുഖ്യധാരയിൽ അച്ചടിമഷി പുരണ്ടത്. വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ? സർപ്പയജ്ഞം എന്ന പേരിൽ ബാലസാഹിത്യ കൃതി എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കേട്ടോ. ഇതേ പേരിൽ കൃതി എഴുതിക്കൊണ്ടാണ് KR മീര മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നത് എന്ന കാര്യവും കൗതുകകരമാണ്. മാറിപ്പോകരുത്. സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യ കൃതിയുടെ കർത്താവ് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. സർപ്പയജ്ഞം ആദ്യ കൃതിയായിട്ട് വരുന്നത് ആരുടേതാണ്? KR മീരയുടേതാണ്. അടുത്ത വർഷം 2002 ഓർമ്മയുടെ ഞരമ്പ് എന്ന കൃതി പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനു ശേഷമാണ് മീര ഗൗരവമായി എഴുതി തുടങ്ങുന്നതും മലയാള സാഹിത്യത്തിൽ ഒരു ഇടം നേടുന്നതും. ഇനി KR മീരയ്ക്ക് ഒരുമാതിരിപ്പെട്ട ഏത് പുരസ്കാരം കിട്ടിയത് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാലും ഉത്തരം ആരാച്ചാർ തന്നെയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ചോദ്യം മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. അതായത് KR മീരയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ചെറുകഥ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മാറും. അതേതാ? ആവേ മരിയയാണ് കേട്ടോ. ആവേ മരിയ. ഏത് പുരസ്കാരം കിട്ടിയത് ഏത് നോവലിനാണെന്ന് ചോദിച്ചാലും ഉത്തരം ആരാച്ചാരാണ്. ചെറുകഥ എന്ന ചോദ്യം മാറി ചോദിക്കുകയാണെങ്കിൽ എങ്ങോട്ടേക്ക് വരും? ആവേ മരിയയിലേക്ക് പോകും. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇനി ആരാച്ചാർ എന്ന നോവലിന് എന്തൊക്കെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്? 2013 ഓടക്കുഴൽ പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചത് ആരാച്ചാർ എന്ന നോവലിന് തന്നെയാണ്. 2014 വയലാർ അവാർഡ്, 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം എന്നീ പുരസ്കാരങ്ങൾ നേടിയ നോവലാണ് കൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ചേതന ഘൃത മല്ലിക്കും സഞ്ജീവ് കുമാർ മിത്രയും പ്രധാന കഥാപാത്രങ്ങളായ ആരാച്ചാർ എന്ന നോവൽ. പിന്നെയോ KR മീരയുടെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണ്? ഖബർ, ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഖബറിന്റെ കവർ ചിത്രം നമുക്ക് കാണാം. അതിനുശേഷം എഴുതിയ പുതിയ നോവലാണ് ഏത്? കലാച്ചി എന്ന നോവലിന്റെ കർത്താവ് KR മീരയാണ്. മറ്റൊന്ന് ഭഗവാന്റെ മരണം, മറ്റൊന്ന് യൂദാസിന്റെ സുവിശേഷം, പിന്നെ ഘാതകൻ എന്ന നോവലിന്റെ കർത്താവും KR മീര തന്നെ. തീർന്നില്ല. പെൺ പഞ്ചതന്ത്രം എന്ന കൃതി എഴുതിയത് KR മീര. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ KR മീരയുടേത്. മീര സാധു, നേത്രോന്മീലനം, ആവേ മരിയ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ കവർ ചിത്രം നമുക്കിവിടെ കാണാം. അതിനുശേഷമാണ് KR മീരയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ച
ആരാച്ചാർ എന്ന നോവലിന്റെ കവർ ചിത്രവും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കിട്ടിയല്ലോ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, KR മീരയുടെ ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഏത് പേരിലാണ്? ഹാങ് വിമൺ എന്ന പേരിലാണ് KR മീരയുടെ ആരാച്ചാർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആരാണിത് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ശരിയായ ഉത്തരം ആരാണ്? ജയദേവികയാണ് കേട്ടോ. ജയദേവികയാണ് ഹാങ് വിമൺ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇനി ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം വൈക്കം മുഹമ്മദ് ബഷീർ, ചെറുകഥകളുടെ സുൽത്താൻ അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണ്? ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ന്റുപ്പൂപ്പാക്കൊരാനേണ്ടാർന്ന്, മാന്ത്രിക പൂച്ച, താരാ സ്പെഷ്യൽസ്, പ്രേമലേഖനം, ജീവിത നിഴൽപ്പാടുകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, മരണത്തിന്റെ നിഴലിൽ, ശബ്ദങ്ങൾ, മതിലുകൾ, അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട നോവലുകൾ. ചെറുകഥകളിലേക്ക് കടക്കുമ്പോഴോ ആനപ്പൂട, ജന്മദിനം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്, ഓർമ്മക്കുറിപ്പ്, പാവപ്പെട്ടവരുടെ വേശ്യ, ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും, ഭൂമിയുടെ അവകാശികൾ, ചിരിക്കുന്ന മരപ്പാവ, വിഡ്ഢികളുടെ സ്വർഗം, യാ ഇലാഹി, പ്രേംപാറ്റ എന്നിവയാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, മരണാനന്തരം പ്രസിദ്ധീകരിച്ച വൈക്കം മുഹമ്മദ് ബഷീർ കൃതി ഏത് എന്നൊരു ചോദ്യം വന്നിരുന്നു കേട്ടോ. ഉത്തരം പ്രേംപാറ്റയാണ്. ഇനി ചെറുകഥകളും നോവലുകളും കൂടാതെ ഏതാനും ലേഖനങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, അനർഘ നിമിഷം എന്ന ലേഖനം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെ സ്മരണകൾ, MP പോളിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് എഴുതിയതും ഇദ്ദേഹമാണ്. DC-യും ഒരു ഉണ്ട ക്രിസ്ത്യാനിയും, ഇതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലേഖനങ്ങളാണ്. ഇനി ബഷീർ എഴുതിയ ഒരേ ഒരു നാടകത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. ബഷീർ എഴുതിയ ഒരേ ഒരു നാടകം 1945 എഴുതിയ കഥാബീജമാണ്. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി അത് പാത്തുമ്മയുടെ ആടോ ബാല്യകാല സഖിയോ അല്ല, പിന്നെ ഏതാണ്? സർപ്പയജ്ഞം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലസാഹിത്യ കൃതിയുടെ പേര് സർപ്പയജ്ഞം. KR മീരയുടെ ആദ്യത്തെ കൃതിയുടെ പേരും എന്ത് തന്നെയാണ്? സർപ്പയജ്ഞം എന്ന് തന്നെയാണ്. ഇനി മതിലുകൾ അല്ലെ, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു ചിത്രമാണ് മതിലുകൾ. അത് അതേ പേരിൽ, അത് ആരുടെ നോവലിനെ അധികരിച്ചാണ് മതിലുകൾ എന്ന സിനിമ ഉണ്ടായത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളാണ് അടൂർ ഗോപാലകൃഷ്ണൻ അതേ പേരിൽ സിനിമയാക്കിയത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ ഡോക്യുമെന്ററിയാണ് ബഷീർ ദ മാൻ. ഇത് നിർമ്മിച്ചത് ആരാണ്? MA റഹ്മാൻ ആണ്. ബഷീർ ദിനമായി ആചരിക്കുന്നത്, പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യം, ജൂലൈ 5 ആണ്. ബഷീറിന്റെ ചരമദിനമായ ജൂലൈ 5 ആണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ എന്ന ആത്മകഥയുടെ കർത്താവ് വൈക്കം മുഹമ്മദ് ബഷീർ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ്? ഹൈദരാലിയുടെ ആത്മകഥയാണ് കേട്ടോ. കലാമണ്ഡലം ഹൈദരാലി ഇസ്ലാം സമുദായത്തിൽ നിന്ന് കഥകളി സംഗീതത്തിലേക്ക് വന്ന കാലത്ത് അത് വലിയ ഒരു വിപ്ലവമായിരുന്നു. ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തതാണ്. ഒരു ഇസ്ലാം മതവിശ്വാസി കഥകളി സംഗീതത്തിലേക്ക് കടന്നു വരിക അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒന്നായിരുന്നു. പക്ഷേ സ്വന്തം വ്യക്തിമുദ്ര അദ്ദേഹത്തിന് പതിപ്പിക്കാൻ ഈ ഒരു സാഹിത്യ മേഖലയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അത്രയും മനോഹരമായി കഥകളി സംഗീതത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളവർ വളരെ വളരെ കുറവാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് മഞ്ജുതരം. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ മഞ്ജുതരം. ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥ സോപാനം എന്നതാണ്. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമുണ്ട്, ഏത് സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഞെരളത്ത് രാമപൊതുവാൾ? അദ്ദേഹമാണ് സോപാന സംഗീതം
നമ്മുടെ ഇടയ്ക്കകൊട്ടി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് പാടി അല്ലെ കൊട്ടിപ്പാടുന്ന ആ ഒരു വാദ്യോപകരണത്തെ അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തെയാണ് എന്തു പറയുന്നത്? സോപാന സംഗീതം എന്ന് പറയുന്നത്. അതിനെ ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ സോപാന സംഗീതത്തെ ജനകീയമാക്കിയത് ആരാണ്? ഞെരളത്ത് രാമപ്പൊതുവാളാണ്. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയുടെ പേര് തിരനോട്ടം. പല്ലാവൂർ അപ്പുമാരാരുടെ ആത്മകഥയുടെ പേര് പ്രമാണം. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ആത്മകഥയുടെ പേര് എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പ്രസിദ്ധയായ മലയാള സിനിമയിലെ ഭാഗ്യലക്ഷ്മി, അവരുടെ ആത്മകഥയുടെ പേര് സ്വരഭേദങ്ങൾ എന്നാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ആത്മകഥകളാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2025 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? പട്ടുനൂൽപ്പുഴുവാണ്. എസ് ഹരീഷ്, മീശ തുടങ്ങിയ നോവലുകളിലൂടെ പ്രസിദ്ധനായ എസ് ഹരീഷിന്റെ പട്ടുനൂൽപ്പുഴു എന്ന കൃതിക്കാണ് 2025 ബഷീർ പുരസ്കാരം ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ നേടിയത് 18ാമത് പുരസ്കാരം നേടിയത് ആരാണ്? എസ് ഹരീഷ് ആണ്. അതിനു മുൻപ് 2024 നേടിയത് 17ാമത് പുരസ്കാരം നേടിയത് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് പുരസ്കാരം 2023 ഇ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിന് പുരസ്കാരം 2022 എം മുകുന്ദന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. നമ്മൾ ഏത് പുരസ്കാരം പഠിക്കുമ്പോഴും എന്തറിഞ്ഞിരിക്കണം? MR4Y മോസ്റ്റ് റീസെന്റ് 4 years നമ്മൾ അറിഞ്ഞിരിക്കണം. 2025 പ്രഖ്യാപിച്ച സ്ഥിതിക്ക് 24, 23, 22 കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. ബഷീർ പുരസ്കാരം കൊടുക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കല്ല, ഒരു കൃതിയെ മാനിച്ചുകൊണ്ടാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏതാണ്? സാരംഗം എന്നാണ്. പക്ഷെ ഈ സാരംഗം എന്ന വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് പക്ഷി എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, ഇതിന് ഒരുപാട് നാനാർത്ഥങ്ങളുണ്ട്. നമുക്ക് അവയൊന്ന് പരിശോധിക്കാം. നോക്കിക്കേ, ഒരു സൂവിലേക്ക് ചെന്നാൽ ഈ പറയുന്ന എല്ലാ കൂട്ടിലും ആരുണ്ടാകും? സാരംഗം ഉണ്ടാകും അല്ലേ? നോക്കിക്കേ, മാൻ, പക്ഷി, ആന, കൂവളം, കുതിര, ശംഖ്, സിംഹം, കുട, വസ്ത്രം, മേഘം, മയിൽ, ചന്ദനം, താമര, വേഴാമ്പൽ, കുയിൽ, ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളും പക്ഷികളും ഏതിന്റെ നാനാർത്ഥമാണ്? സാരംഗത്തിന്റെ നാനാർത്ഥമാണ് എന്നുള്ളതാണ് കേട്ടോ. ഉരകം എന്ന വാക്കിന്റെ അർത്ഥം ഉരസ് അല്ലെങ്കിൽ മാറിടം കൊണ്ട് ഗമിക്കുന്നത്. ആരാ? പാമ്പ്. അങ്ങനെയാണ് കേട്ടോ. ഉരസ് കൊണ്ട് ഗമിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പാമ്പിനെ എന്ത് വിളിക്കുന്നത്? ഉരകം എന്ന് വിളിക്കുന്നത്. പാമ്പിനെ മാത്രമല്ലല്ലോ, ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന എല്ലാത്തിനെയും ഉരകങ്ങൾ എന്ന് പറയാവുന്നതാണ്. അതിൽ തന്നെ പ്രധാനം പാമ്പാണ്. ഭൗമം എന്ന വാക്കിന്റെ അർത്ഥം ഭൂമിയെ സംബന്ധിച്ചത് എന്ന അർത്ഥമുണ്ട്. ഭൗമികം എന്ന വാക്കും ഭൂമിയെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഭൗമം എന്ന വാക്കിന് ജലം, ആകാശം, പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. കുടരം എന്ന വാക്ക് കുതിരയുടെ പര്യായമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ദ്രോണർ എന്ന പദമാണ്. എന്താണ് പൂജക ബഹുവചനം? ഏകവചനത്തോടൊപ്പം ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. ഏതൊക്കെയാണ് മലയാളത്തിലെ ബഹുവചന പ്രത്യയങ്ങൾ? ഏതൊക്കെയാണ്? അർ എന്ന ശബ്ദവും കൾ എന്ന ശബ്ദവുമാണ് മലയാളത്തിലെ ബഹുവചന പ്രത്യയങ്ങൾ. ഇംഗ്ലീഷിലെ എസും ഇഎസും ഉപയോഗിക്കുന്നത് പോലെയാണ് മലയാളത്തിൽ അർ അല്ലെങ്കിൽ കൾ എന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. ഏതൊരു പദത്തോടൊപ്പവും അർ അല്ലെങ്കിൽ കൾ ചേർക്കുമ്പോൾ അത് എന്തായി മാറും? ബഹുവചനമായിട്ട് മാറും എന്നുള്ളതാണ്. ഇനി പൂജക ബഹുവചനത്തിലേക്ക് കടക്കുമ്പോ ഏകവചനത്തോടൊപ്പമാണ് ബഹുവചന പ്രത്യയം ചേർക്കുന്നത്. അതെന്തിനാ അങ്ങനെ ചേർക്കുന്നത്? ആദരം സൂചിപ്പിക്കുന്നതിന്, റെസ്പെക്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകവചനത്തോടൊപ്പം ബഹുവചന പ്രത്യയങ്ങൾ പ്രയോഗിക്കുന്നത്. മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമാണ് ദ്രോണർ അല്ലെ? വ്യക്തി എത്രയേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ.
പിന്നെ എന്തുകൊണ്ടാണ് ദ്രോണൻ എന്ന് പ്രയോഗിക്കുന്നതിന് പകരം ദ്രോണർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. ഇതുപോലെ തന്നെയാണ് ഭീഷ്മർ എന്ന പദം നമുക്ക് കാണാം. മഹാഭാരതത്തിൽ ഒരിടത്തും ഭീഷ്മൻ എന്ന് പ്രയോഗിച്ച് കാണുന്നില്ല. ഭീഷ്മർ, അവിടെ അർ എന്ന ശബ്ദം ചേർത്തത് എന്തുകൊണ്ടാണ്? ആദര സൂചകമായിട്ടാണ്. ഇതുപോലെ സ്വാമികൾ, അല്ലെ, നിന്തിരുവടികൾ, അവർകൾ തുടങ്ങി ഒരുപാട് വാക്കുകളുണ്ട്. ഏകവചനമായിരിക്കെ, അല്ലെ, അർത്ഥം കൊണ്ട് ഏകവചനവും രൂപം കൊണ്ട് ബഹുവചനവുമായിരിക്കുക എന്നുള്ളതാണ് പൂജക ബഹുവചനത്തിന്റെ പ്രത്യേകത. ഇതിൽ വിദ്യാർത്ഥികൾ എന്ന വാക്ക് ഏത് വിഭാഗത്തിൽപ്പെടും? അലിംഗ ബഹുവചനത്തിൽപ്പെടും. അലിംഗ ബഹുവചനം. എന്താണ് അലിംഗ ബഹുവചനം? പേര് കേൾക്കുമ്പോ ലിംഗമില്ലാത്തത് എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ലിംഗമില്ലാത്തത് എന്നല്ല അലിംഗ ബഹുവചനത്തിന്റെ അർത്ഥം. പിന്നെയോ ലിംഗ വ്യത്യാസമില്ലാത്തത്. സ്ത്രീലിംഗവുമാകാം പുല്ലിംഗവുമാകാം. ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെന്നിരിക്കെ അതിനെയാണ് എന്തു പറയുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം. അതുപോലെ ഓപ്ഷൻ സി നോക്കിക്കേ, ശിശുക്കൾ. ശിശു, നവജാത ശിശു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായ കുട്ടിയാണ്. ഈ ഇപ്പൊ ഉണ്ടായ കുട്ടി ആരൊക്കെയാകാം? ആൺകുട്ടിയുമാകാം പെൺകുട്ടിയുമാകാം. അപ്പൊ ശിശുക്കൾ എന്നുള്ളതും എന്തിനുദാഹരണം? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സലിംഗ ബഹുവചനമാണ്. എന്താണ് സലിംഗ ബഹുവചനം? സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനം. ഇതിനെയാണ് എന്തു പറയുന്നത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാലും പുരുഷന്മാരെന്ന് പറഞ്ഞാലും കസേരകൾ, മേശകൾ, പേനകൾ, അങ്ങനെ ജീവനില്ലാത്തവയുടെ ബഹുവചനം ഉപയോഗിച്ചാൽ അതും എന്ത് തന്നെയാണ്? സലിംഗ ബഹുവചനം തന്നെയാണ്. മൂന്ന് കാറ്റഗറികളുടെയും ബഹുവചനം എന്ത് തന്നെയാണ്? സലിംഗ ബഹുവചനം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, ഏതു പ്രവർത്തിക്കും ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം എന്ന ആശയം വരുന്ന ചൊല്ല് ഇതിലേതാണ്? മുള്ളു പിടിക്കലും മുറുകെ പിടിക്കണം. പിടിക്കുന്നത് മുള്ളിലാണ് എങ്കിലും പിടിക്കുന്നത് മുറുക്കെ ആയിരിക്കണം, അല്ലെ? പറയുന്നതിനും ചെയ്യുന്നതിനും ഒരു അടിസ്ഥാനം വേണം. അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞ കാര്യം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. 100 തവണ ചിന്തിച്ചിട്ടേ ഒരു തീരുമാനമെടുക്കാവൂ. പിന്നീട് 1000 കാരണങ്ങൾ ഉണ്ടായാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് പറഞ്ഞ ഹിറ്റ്ലറിനെ നമുക്ക് ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ബാക്കിയുള്ള ശൈലികളുടെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞാൽ ഫലത്തെ പറ്റി ചിന്തിക്കാതെ ശുദ്ധവും നന്മയിലൂന്നിയതുമായ കർമ്മങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. അതിന്റെ ഫലം എത്ര ചെറുതായിക്കൊള്ളട്ടെ എന്നാലും തന്നെ കൊണ്ടാകാവുന്നത് എന്ന നിലയ്ക്കാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ശൈലി പ്രയോഗിക്കുന്നത്. ഇനി നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം. ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കണം. എന്തായാലും നനഞ്ഞു, ഇനി അത് പൂർത്തിയാക്കിയേക്കാം, കുളിച്ചു കയറിയേക്കാം. ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ്. കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം. രൂപം എത്ര ചെറുതായിരുന്നാലും അതിനു വേണ്ട അംഗങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. കാര്യം എത്ര ചെറുതാണെങ്കിലും, ഇപ്പോ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടത്തുന്നത് വലിയ മഹാക്ഷേത്രങ്ങളാണെങ്കിൽ ഗംഭീര ഉത്സവമായിരിക്കും, അല്ലെ? വളരെ ഒരുപാട് ആനകളും ഒരുപാട് വെടിക്കെട്ടും കലാപരിപാടികളും ഒക്കെ ഉള്ളതായിരിക്കും. പക്ഷെ ചെറിയ അമ്പലങ്ങളിലാണെങ്കിലോ അവിടെ ശ്രദ്ധിക്കുന്നത് എന്തിനായിരിക്കും? പൂജാതി കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. വലിയ ക്ഷേത്രങ്ങളിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല, അത് കൂടാതെ ഇങ്ങനെ അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ കൂടി ഉണ്ടാകും, അല്ലെ? കലാപരിപാടികൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ, ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത്, അതൊന്നുമില്ലെങ്കിലും പൂജാതി കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് ചെറിയ ക്ഷേത്രങ്ങൾ. അപ്പോ ഉത്സവം അത് വലിയ ക്ഷേത്രങ്ങളിലാകട്ടെ ചെറിയ ക്ഷേത്രങ്ങളിലാകട്ടെ ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാകണം. ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് രൂപം എത്ര ചെറുതായിരുന്നാലും അതിനു വേണ്ട അംഗങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് കട്ടിൽ ചെറുതെങ്കിലും കാല് 4 വേണം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൃഢനിശ്ചയം ചെയ്യുക എന്നാണ് ശൈലിയുടെ അർത്ഥം.
അപ്പോ ബാക്കിയുള്ളത് വേണ്ടാത്തത് പ്രവർത്തിക്കുക, സ്പർദ്ധയുണ്ടാക്കുക, എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ? എരുതി, അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ക്ഷേത്രത്തിലൊക്കെ വിഗ്രഹങ്ങൾ പീഠത്തിനോട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൂട്ടുണ്ടാക്കും. ആ കൂട്ടിനെയാണ് അഷ്ടബന്ധം എന്ന് പറയുന്നത്. പിന്നീട് ഒരു തരത്തിലും അത് ഇളകിപ്പോവില്ല. ഏറ്റവും കട്ടിയുള്ള പശയായിട്ടൊക്കെയാണ് അഷ്ടബന്ധത്തെ പരിഗണിക്കുന്നത്. ക്ഷേത്ര വിഗ്രഹത്തെ പീഠത്തിൽ ഉറപ്പിക്കുന്നതാണ് അഷ്ടബന്ധം. അപ്പൊ അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാല് ഇളക്കമില്ലാത്ത തീരുമാനത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൃഢനിശ്ചയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് പറയുന്നത്. ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ശൈലിയാണ് ഭീഷ്മപ്രതിജ്ഞ. ദൃഢനിശ്ചയം തന്നെയാണ് കേട്ടോ. പിന്നെ സ്പർദ്ധയുണ്ടാക്കുക എന്നർത്ഥം വരുന്ന ശൈലി എന്താണ്? എരുതിയിൽ എണ്ണയൊഴിക്കുക. എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്പർദ്ധ, വഴക്കുണ്ടാക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ്. വേണ്ടാത്തത് പ്രവർത്തിക്കുക. വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വയ്ക്കുക എന്ന് പ്രയോഗിക്കാറുണ്ട് അല്ലെ? വേണ്ടാത്തത് പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ്. പാടെ ഉപേക്ഷിക്കുക, കൊമ്പൊടിച്ചിടുക എന്നൊരു പ്രയോഗമുണ്ട് അല്ലെ? ഞാൻ അതിന്റെ കൊമ്പൊടിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നശിപ്പിച്ചു എന്നല്ല, ആ കാര്യം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചീട്ട് കീറുക എന്നും പ്രയോഗിക്കാറുണ്ട്, ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ വാക്യം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആബാലവൃദ്ധം ജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. എയും ബിയും ഡിയും എന്താണ് ശരിയാകാത്തത്? ആബാലവൃദ്ധം എന്നുള്ളത് ഒരു ഒറ്റപ്പദമാണ്. എന്തിന്റെ ഒറ്റപ്പദം? ബാലകർ മുതൽ വൃദ്ധർ വരെ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് ആബാലവൃദ്ധം. അപ്പൊ ഈ ബാലകർ മുതൽ വൃദ്ധർ വരെ എന്ന് പറയുമ്പോ അതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്? ഗ്രാമവാസികൾ എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉണ്ടാകാം? കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടാകാം. അപ്പൊ ഗ്രാമവാസികൾ എന്ന വാക്ക് വേണോ? വേണ്ട. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ബിയും തെറ്റായത്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നാലോ? സമീപവാസികൾ എന്ന് പറയുമ്പോ അടുത്ത് വസിക്കുന്നവരാണ്. അതിലും ആരൊക്കെ ഉണ്ടാകാം? കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ ഉണ്ടാകാം. അപ്പൊ ആബാലവൃദ്ധം എന്ന വാക്ക് പ്രയോഗിച്ച സ്ഥിതിക്ക് മറ്റു വാക്കുകളുടെ ആവശ്യം ഇല്ല. അതുകൊണ്ടാണ് എയും ബിയും ഡിയും തെറ്റായത്. ഒറ്റപ്പദത്തിലും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ബാലകർ മുതൽ വൃദ്ധർ വരെ ഒറ്റപ്പദം എന്താ? ആബാലവൃദ്ധമാണ്. ഇനി മറ്റു ചില വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. നല്ല ഇനം ഇറച്ചിക്കോഴികൾ വിൽക്കപ്പെടും. തെറ്റാണ്. എന്താ കാരണം? പെടും എന്ന വാക്ക് കർമ്മണി പ്രയോഗത്തിൽ നിന്നും കടന്നു വന്നതാണ്. കർമ്മണി പ്രയോഗം മലയാളത്തിൽ അനുവദനീയമല്ല. കർത്തരി പ്രയോഗമേ ഉപയോഗിക്കാവൂ. കർമ്മണി പ്രയോഗത്തെ എങ്ങനെ തിരിച്ചറിയാം? അതിൽ പെടും എന്ന ശബ്ദം ഉണ്ടാകും. അപ്പൊ അത് ഉപേക്ഷിക്കുകയാണ് അഭികാമ്യം. എങ്ങനെ ശരിയാക്കാം? നല്ല ഇനം ഇറച്ചിക്കോഴികളെ വിൽക്കും. അതാണ് ശരിയായ പ്രയോഗം. കിണറ്റിലിറങ്ങിയ രണ്ടാളുകൾ വിഷവാതക സാന്നിധ്യം മൂലം മരണപ്പെട്ടു. കണ്ടോ? വീണ്ടും പെട്ടു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. കർമ്മണി പ്രയോഗമാണ്. അതുകൂടാതെ ഇതിൽ മറ്റു തകരാറുകളുമുണ്ട്. എന്താ? കിണറ്റിലിറങ്ങിയ രണ്ടാളുകളും വിഷവാതകം ശ്വസിച്ച് മരിച്ചു എന്നുള്ളതാണ് കൃത്യമായ പ്രയോഗം. മറ്റൊന്ന്, എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള തെറ്റ് കേട്ടോ. വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് ജീവനില്ലാത്ത ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അത് ഒന്നിലധികം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ അതിന് വിശേഷണമായിട്ട് സംഖ്യാശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചേർക്കരുത്? ബഹുവചന പ്രത്യയം ചേർക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കേട്ടോ. ഇവിടെ പുസ്തകം എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുവാണ്. അതിന് വിശേഷണമായിട്ട് എന്ത് വന്നിട്ടുണ്ട്? 5 എന്ന സംഖ്യാശബ്ദം വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചേർക്കരുത്? പുസ്തകങ്ങൾ. കൾ എന്ന ബഹുവചന പ്രത്യയം അവിടെ ചേർക്കരുത്. അതേസമയം ജീവൻ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, 5 കുട്ടികളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും കൾ എന്ന ബഹുവചന പ്രത്യയം ചേർക്കുകയും വേണം. അപ്പോ ഈ വാക്യം എങ്ങനെ ശരിയാക്കാം? എനിക്ക് 5 പുസ്തകം വേണം.
അടുത്തത് മാല മിനിക്കോ അല്ലെങ്കിൽ ആനിക്കോ കൊടുക്കണം. അല്ലെങ്കിൽ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പ്രയോഗം എന്താണ്? ഓർ എന്നുള്ളതാണ്. മലയാളത്തിൽ ഓ എന്ന ശബ്ദം ഉപയോഗിക്കുന്നതും ഏതർത്ഥത്തിൽ തന്നെയാണ്? ഓർ എന്ന അർത്ഥത്തിൽ തന്നെയാണ്, അല്ലെ? അവനോ ഇവനോ, അവനല്ലെങ്കിൽ ഇവന്. കണ്ടോ? അങ്ങനെയാണ്. അപ്പോ ഓ എന്ന ശബ്ദവും അല്ലെങ്കിൽ എന്ന ശബ്ദവും ഒരേ വാക്യത്തിൽ ഉപയോഗിക്കരുത്. ഒന്നുകിൽ മാല മിനിക്കോ ആനിക്കോ കൊടുക്കണം, അല്ലെങ്കിലോ മാല മിനിക്ക് അല്ലെങ്കിൽ ആനിക്ക് കൊടുക്കണം. അങ്ങനെയാണ് ശരിയാക്കേണ്ടത്. കിട്ടിയല്ലോ. മറ്റൊന്ന്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം 680 കിലോമീറ്ററോളം ദൂരമുണ്ട്. കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഏകദേശം എന്ന വാക്കും ഓളം എന്ന വാക്കും ഒരേ വാക്യത്തിൽ പ്രയോഗിക്കരുത്. അപ്രോക്സിമേറ്റ്ലി എന്ന അർത്ഥം വരുന്ന രണ്ട് ശബ്ദങ്ങളാണ്. രണ്ടും കൂടി ഒരു വാക്യത്തിൽ വേണ്ട. ഒന്നുകിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം 680 കിലോമീറ്റർ ദൂരമുണ്ട്, അല്ലെങ്കിലോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 680 കിലോമീറ്ററോളം ദൂരമുണ്ട്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം. തെറ്റ്. കാരണം എന്താ? ഓരോ എന്ന ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന വാക്ക് അതെന്തുമാകട്ടെ, അതെന്താകരുത്? അത് ബഹുവചനമാകരുത്. ഓരോ എന്ന് പറയുമ്പോ ഓരോ കുട്ടിയും എന്നേ പ്രയോഗിക്കാവുള്ളൂ. ഇനി കുട്ടികൾ എന്ന് തന്നെ പ്രയോഗിക്കണമെന്നുണ്ടെങ്കിലോ എല്ലാ കുട്ടികളും. കിട്ടിയോ? ഒന്നുകിൽ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം, അല്ലെങ്കിലോ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണം. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ചോദ്യ പേപ്പറിലുള്ള ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. ഓരോ ചോദ്യങ്ങളും എന്ന് പറയുവോ? ഇല്ല. ഒന്നുകിൽ ഓരോ ചോദ്യവും, അല്ലെങ്കിലോ എല്ലാ ചോദ്യങ്ങളും. അങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് കേട്ടോ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാസിൽ ഇൻ ദി എയർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മനോരാജ്യം കാണുക, ദിവാസ്വപ്നം കാണുക എന്ന അർത്ഥത്തിലാണ് കാസിൽ ഇൻ ദി എയർ എന്ന് പ്രയോഗിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം. വളരെ സന്തോഷത്തോടെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഇംഗ്ലീഷ് ശൈലി എന്താണ്? വാക്ക് ഇൻ എയർ എന്ന് പറഞ്ഞാല്, വാക്ക് ഇൻ എയർ എന്ന് പറഞ്ഞാൽ എന്താ? അന്തരീക്ഷത്തിലൂടെ, അല്ലെങ്കിൽ അവനിപ്പോ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ അവനിപ്പോ നിലത്തൊന്നും അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? പിന്നെ അവനിപ്പോ എവിടെയാണ്? അവനിപ്പോ എയറിലാണ്. ഇപ്പൊ എയറിലാണ് എന്ന ശൈലിക്ക് അർത്ഥം വേറെയാണ്, അല്ലേ? എയറിലാണ്. ഓരോ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചവരെയാണ് പിന്നീട് പരിഹസിച്ച് അവരെ നമ്മളിങ്ങനെ എന്തിലേക്ക് കയറ്റാറുണ്ട്? എയറിലേക്ക് കയറ്റാറുണ്ട്, അല്ലേ? ആ അർത്ഥത്തിലാണ് ഇപ്പോൾ അത് പ്രയോഗിക്കുന്നത്. പക്ഷെ വാക്ക് ഇൻ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ പ്രയോഗം എന്താണ്? വളരെ സന്തോഷത്തോടെ എന്നാണ്. വാക്ക് ഇൻ എക്സ് എന്ന് പറഞ്ഞാലോ? വാക്ക് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ എന്നാണ്. മുട്ട വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, അല്ലേ? അങ്ങനെയുള്ള മുട്ടയുടെ മുകളിൽ കൂടി നടക്കുകയാണ്. അപ്പോ അത് എത്രത്തോളം ശ്രദ്ധിക്കണം? സാങ്കല്പികമാണ് കേട്ടോ. അതെങ്ങനെയാ മുട്ടയുടെ മുകളിൽ കൂടി നടക്കുന്നത് എന്നൊന്നും ചോദിക്കുന്നതിന് ഇവിടെ സാധുതയില്ല. എന്തറിഞ്ഞാൽ മതി? വാക്ക് ഇൻ ദി എക്സ് അത്രമാത്രം ഇങ്ങനെ പമ്മി പൂച്ചയൊക്കെ നടക്കുന്നത് പോലെ ആ നടത്തത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ. ഇനി ബ്രൂട്ടൽ മജോറിറ്റി എന്താണ്? മൃഗീയ ഭൂരിപക്ഷമാണ്. അപ്പോൾ അബ്സല്യൂട്ട് മജോറിറ്റിയോ? കേവല ഭൂരിപക്ഷമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് നോക്കൂ. വി ഹാവ് എ ലിറ്റിൽ ടൈം ബിഫോർ ദ ട്രെയിൻ ലീവ്സ്. ഇതെങ്ങനെ നമുക്ക് പരിഭാഷപ്പെടുത്താം? ട്രെയിൻ വിടുന്നതിന് മുൻപ് നമുക്ക് അല്പസമയം ബാക്കിയുണ്ട്. ഇവിടെ ട്രെയിൻ ലീവ്സ് എന്ന വാക്ക് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ലിറ്റിൽ എന്ന പ്രയോഗമാണ് കേട്ടോ. ലിറ്റിൽ എന്ന് മാത്രം പ്രയോഗിക്കുന്നത് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. There is little water in that well എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കിണറ്റിൽ ഒട്ടും വെള്ളമില്ല എന്നാണ്. There is a little water in that well എന്ന് പറഞ്ഞാലോ ആ കിണറ്റിൽ അല്പം വെള്ളമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഫ്യൂവും എ ഫ്യൂവും. I have few friends എന്ന് പറഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല
ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലോ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ ചേർക്കുമ്പോൾ അല്പം അല്ലെങ്കിൽ കുറച്ച് എന്നർത്ഥം കിട്ടുന്നു. ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ മാത്രം ചേർക്കുമ്പോഴോ സെന്റൻസ് നെഗറ്റീവ് ആകുന്നു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അതിനു മുമ്പ് ഏതാനും ചില പ്രയോഗങ്ങൾ കൂടിയുണ്ട്. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണി, അത്രമാത്രം പ്രിയപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പ്രയോഗിക്കുന്നത്. എ ബി ഇൻ വൺസ് ബോണറ്റ് എന്ന് പ്രയോഗിക്കുന്നതോ ഒഴിയാബാധ എന്ന അർത്ഥത്തിലാണ്. സ്ലിപ്പ് ബിറ്റ്വീൻ ദി കപ്പ് ആൻഡ് ദി ലിപ്പ്, അവസാന നിമിഷത്തിലെ പരാജയത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലിപ്പ് ബിറ്റ്വീൻ ദി കപ്പ് ആൻഡ് ദി ലിപ്പ് എന്ന് പ്രയോഗിക്കുന്നത്. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയ സത്യമാണ്. സത്യമായിരിക്കെ തന്നെ ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത യാഥാർത്ഥ്യം, അതിനെ കുറിക്കാനാണ് ഹോം ട്രൂത്ത് എന്ന് പ്രയോഗിക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. സ്വർണം എന്ന അർത്ഥം വരാത്ത പദം ഏതാ? ദിവമാണ്. കനകം, കാഞ്ചനം, ഹേമം ഇതൊക്കെ എന്താണ്? സ്വർണത്തിന്റെ പര്യായ പദമാണ്. ദിവം എന്നുള്ളത് പ്രഭാതത്തിന്റെ തന്നെ പര്യായ പദമാണ് കേട്ടോ. പുലരി, ഉഷസ്, വിവാദം, ദിവം ഇതൊക്കെ എന്താണ്? പ്രഭാതമാണ്. പ്രധാനപ്പെട്ട ചില പര്യായ പദങ്ങൾ നോക്കാം. ഗുഹയുടെ പര്യായ പദങ്ങൾ കന്ദരം, ഗഹ്വരം, ദരി എന്നിവ ഗുഹയുടെ പര്യായ പദങ്ങളാണ്. തലമുടിയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ കേശം, കുന്തളം, കചം, കുഴൽ കുഴൽ എന്നൊക്കെ പറഞ്ഞാൽ തലമുടിയുടെ പര്യായ പദമാണ്. നദിയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ പുഴ, വാഹിനി, തരംഗിണി എന്നിവ നദിയുടെ പര്യായ പദങ്ങൾ. പൂമൊട്ടിന്റെ പര്യായ പദങ്ങൾ മുകുളം, കലിക, കുഡ്മളം ഇതൊക്കെ പദത്തിന്റെ അർത്ഥം എന്ത് അല്ലെങ്കിൽ സമാന പദം കണ്ടെത്തുക, പര്യായ പദം കണ്ടെത്തുക എന്നീ ഇടങ്ങളിലെല്ലാം തന്നെ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. ലജ്ജയുടെ പര്യായ പദങ്ങൾ വ്രീള, ത്രപ, മന്ദാക്ഷം എന്നിവ എന്താണ്? ലജ്ജയുടെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ജാഗരണം എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? സുഷുപ്തിയാണ്. ജാഗരണം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക, സുഷുപ്തി എന്ന് പറഞ്ഞാലോ മയക്കം. അതാണ് ജാഗരണത്തിന്റെയും സുഷുപ്തിയുടെയും അർത്ഥം. ജാഗ്രത് ജാഗ്രത് എന്ന് നമ്മൾ കേട്ടു. ജാഗ്രതയോടെ ഇരിക്കുക, ഉണർന്നിരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. സുഷുപ്തി മയക്കമാണ്. പ്രധാനപ്പെട്ട ചില വിപരീത പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കൃത്രിമം വിപരീതം നൈസർഗികം. കൃത്രിമം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ്, നൈസർഗികം നാച്ചുറൽ ആണ്. കൃശം വിപരീതം മേധുരം. കൃശം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്, മേധുരം തടിച്ചത്. പ്രശാന്തം ശാന്തമായിരിക്കുന്നത്, പ്രക്ഷുബ്ധം കലങ്ങി മറിഞ്ഞത്. ഭൂഷണം അലങ്കാരം. അലങ്കാരം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു വ്യക്തിയെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൂഷണമോ ഒരു വ്യക്തിയെ കുറിച്ച് മോശം പറയുന്നത്, അവനെ നശിപ്പിക്കുന്നതാണ് എന്ത്? ദൂഷണം. പരദൂഷണം എന്ന വാക്ക് നമുക്കറിയാം അല്ലെ? പരദൂഷണം ഗോസിപ്പാണ്. മന്ദം പതുക്കെ, ശീഘ്രം പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. മന്ദഗതിയുടെ വിപരീതം ദ്രുതഗതി എന്ന് പറയാറുണ്ട് കേട്ടോ. ദ്രുതം എന്ന വാക്കും മന്ദത്തിന്റെ വിപരീതമായിട്ട് വരാം. വികാസം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? സങ്കോചമാണ്. ഹ്രാസം എന്ന വാക്കിന്റെ വിപരീതമായിട്ടും വികാസം വരാറുണ്ട്. ഹ്രാസം എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സങ്കോചം എന്ന് പറഞ്ഞാലും ഇടുങ്ങിയത് എന്നാണ് അർത്ഥം. രണ്ടിന്റെയും വിപരീതമായിട്ട് വികാസം എന്ന വാക്ക് ഉപയോഗിക്കാം. പിന്നെ വിമുഖം താല്പര്യമില്ലായ്മയാണ്, ഉന്മുഖം താല്പര്യത്തോടുകൂടി. വിയോഗം, വിയോഗം വേർപാടാണ്, സംയോഗമോ കൂടിച്ചേരലാണ്. വിരക്തി താല്പര്യമില്ലായ്മയാണ്, ആസക്തി അമിതമായ താല്പര്യമാണ്. നികൃഷ്ടം ഏറ്റവും മോശപ്പെട്ടത്, ഉത്കൃഷ്ടം ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായതിനെയാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന വിപരീത പദങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ. ശരിയല്ലാത്ത പദം ഏതാണ്? ഊഷ്മാവ് എന്നുള്ളതാണ് ശരിയായ പദം. ഊഷ്മാവ് എന്ന് മതി അല്ലെ? ഊഷ്മാവാണ് ശരിയായ പ്രയോഗം. ഇത്തരത്തിൽ നമ്മൾ തെറ്റിക്കാറുള്ള ഏതാനും ചില പദങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം.
പണ്ട് കാലം എന്ന് പ്രയോഗിക്കരുത്. പണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കാലത്തിന്റെ സൂചനയുണ്ട്, പാസ്റ്റ് ആണ്. അപ്പൊ പിന്നെ കാലം എന്ന വാക്ക് വേണോ? വേണ്ട. പരിതസ്ഥിതി എന്ന് എഴുതുമ്പോ നടുക്ക് വിസർഗ ചിഹ്നം, ആ 2 കുത്ത്, അത് നിർബന്ധമാണ് കേട്ടോ. അതുപോലെ ബാക്ക്വേഡ് എന്ന അർത്ഥത്തിൽ പിന്നോക്കം എന്ന വാക്കല്ല പ്രയോഗിക്കേണ്ടത്. പിന്നെയോ പിന്നിലേക്കുള്ള ആക്കമാണ്, പിന്നാക്കമാണ് ശരിയായ പ്രയോഗം. അതുപോലെ മുന്നിലേക്കുള്ള ആക്കം മുന്നാക്കം, മുന്നോക്കം എന്നൊരു വാക്ക് ഇല്ല. പ്രാരാബ്ധം എന്നൊരു വാക്കില്ല, രായ്ക്ക് ദീർഘം വേണ്ട. പിന്നെ ഈ ദായല്ല വേണ്ടത്, ഇതാണ് വേണ്ടത്. കണ്ടോ, നാ തിരിച്ചിട്ടുള്ള ധ അഥവാ ഘോഷവർണ്ണമാണ് വേണ്ടത്. എല്ലാവരും പ്രാരാബ്ധം എന്നാ പ്രയോഗിക്കുന്നത്, തെറ്റാണ് കേട്ടോ. പ്രസ്താവന എന്ന് പറയുമ്പോ ഈ ഥായാണോ വേണ്ടത്? അല്ല, പ്രസ്താവന, ഇതാണ് ശരിയായ പ്രയോഗം. പ്രസംഗിക്കുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? പ്രാസംഗികനല്ല. അങ്ങനെ ഒരു വാക്കേ മലയാളത്തിൽ ഇല്ല. ഒന്നുകിൽ പ്രസംഗകൻ അല്ലെങ്കിലോ പ്രഭാഷകൻ, അതാണ് ശരിയായ പദം. പിന്നെ ഗാർഡിയൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന മലയാള പദം രക്ഷകർത്താവല്ല. എല്ലായ്പ്പോഴും അങ്ങനെയാ പ്രയോഗിക്കുന്നത്, അത് തെറ്റ്. രക്ഷാകർത്താവ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതുപോലെ സത്യാഗ്രഹം എന്നൊരു വാക്കേ മലയാളത്തിൽ ഇല്ല. പിന്നെയോ സത്യഗ്രഹം എന്നുള്ളതാണ്. സത്യത്തെ ഗ്രഹിക്കലാണ്, ആഗ്രഹിക്കലല്ല സത്യാഗ്രഹം. പിന്നെ സദാകാലവും എന്ന് പ്രയോഗിക്കരുത്. കാരണം സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ്, എല്ലാ കാലത്തും എന്ന അർത്ഥത്തിലാണ്. ഈ പണ്ടുകാലം എന്ന് പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സദാകാലത്ത് എന്ന് പ്രയോഗിക്കരുത്. ഒന്നുകിൽ സദാ അല്ലെങ്കിൽ എക്കാലവും. പിന്നെ സർവതോമുഖം ആണ് ശരിയായ പ്രയോഗം. എല്ലാവരും പറയുമ്പോ എന്തു പറയാറുണ്ട്? സർവതോന്മുഖം എന്ന് പറയാറുണ്ട്. അവിടെ നായുടെ ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. എല്ലാ തരത്തിലും അല്ലെങ്കിൽ എല്ലാ തലങ്ങളിൽ നിന്നും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് സർവതോമുഖം എന്നാണ് പ്രയോഗിക്കേണ്ടത്, സർവതോന്മുഖം എന്നല്ല. പിന്നെ സൃഷ്ടാവാണോ സ്രഷ്ടാവാണോ? സ്രഷ്ടാവാണ് ശരിയായ പ്രയോഗം. സൃഷ്ടി എന്നെഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, സൃഷ്ടിക്കുന്നവൻ ആരാണ്? സ്രഷ്ടാവാണ് കേട്ടോ. അതുപോലെ ഹൃദയപൂർവം, സ്നേഹത്തോടെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് ഹാർദവമല്ല, ഹാർദം എന്നുള്ളതാണ് കൃത്യമായ പ്രയോഗം. സമീപകാലത്ത് പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകളിലും ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം, കൂനുള്ള എന്നർത്ഥം വരുന്ന പദം ഏതാ? മന്ധരയാണ് കേട്ടോ. മന്ധര, മന്ദാര പൂവ് നമുക്കറിയാം, അതെങ്ങനെയാണ്? മന്ദാരം, ഇതാണ് ആ പൂവ് കേട്ടോ. ബാക്കിയുള്ള വാക്കുകൾക്ക് അപ്പൊ അർത്ഥം ഇല്ലേ? ഉണ്ട്, ബാക്കിയുള്ള വാക്കുകൾക്കും അർത്ഥമുണ്ട്. നോക്കിക്കേ, മന്ദര എന്ന് പറഞ്ഞാൽ എന്താണ്? വലുപ്പമുള്ള എന്നുള്ളതാണ് കേട്ടോ. മന്ദര, വലിപ്പമുള്ളത്. മന്ദാരം ഏതായ? മന്ദാരം പൂവിന്റെ പര്യായമായിട്ട് വരുന്ന, പര്യായമല്ല, പൂവിന്റെ പേര് ഈന്തായാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതാണ്? നായും തായും ചേർന്നതാണ്. മന്ദാരം എന്ന് പറഞ്ഞാൽ എന്താ? മൺചുവരാണ്. ഇനി മന്ധര എന്ന് പറഞ്ഞാലോ കൊഴുത്തത്, കൊഴുത്തത് എന്ന അർത്ഥത്തിലാണ് മന്ധര എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടി, ഉദ്യോഗം. ഉദ്യോഗം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം എന്താ? നടുക്കുള്ളത് മൃദുവായ പദമാണ് അല്ലെ. ത എന്നുള്ളത് ഖരവർണ്ണമാണ്, അതിന്റെ മൃദുവാണേത് ദ. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പൂർവപദം അവസാനിച്ചിരിക്കുന്നത് ഖരവർണ്ണത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി പിന്നെ വരുന്ന ശബ്ദം ദാ, ഈ ചിഹ്നം കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് യാ എന്ന ശബ്ദമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഭഗവത്ഗീത അല്ലെ, ഭഗവത് അധികം ഗീത, ഇത് ചേർത്തെഴുതുമ്പോഴാണ് എന്താകുന്നത്? ഭഗവത്ഗീതയാകുന്നത്. കണ്ടോ, പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം ചേർത്തെഴുത്തിൽ എന്തായി മാറി? മൃദുവായിട്ട് മാറി. അതുപോലെ പ്രതി അധികം ഏകം എന്ന് പറയുന്നിടത്ത് ചേർത്തെഴുതുമ്പോ എന്ത് വരും? പ്രത്യേകം എന്ന് വരും അല്ലെ. യാ എന്ന ശബ്ദമാണ്.
യാ എന്ന ശബ്ദമാണ് ഏത് ചിഹ്നമായിട്ട് കിടക്കുന്നത്? ഈ ചിഹ്നമായിട്ട് കിടക്കുന്നത് ആണല്ലോ. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു അധികം ആജ്ഞ, ഗുരുവിന്റെ ആജ്ഞ, ഒറ്റപ്പദം എന്താണ്? ഗുർവാജ്ഞ എന്നാണ് കേട്ടോ. ഇവിടെ രണ്ട് വാ വേണ്ട, ഇത് എഴുതിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഗുർവാജ്ഞ എന്ന് മതിയാകും. പിതൃ അധികം അർത്ഥം ചേർത്തെഴുതുമ്പോഴോ പിത്രർത്ഥമാണ്, പിത്രർത്ഥം. പ്ര അധികം മാനം, അതാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്? പ്രമാണം എന്നാകുന്നത്. ഇതൊക്കെ സംസ്കൃത സന്ധികളാണ് കേട്ടോ. വസന്ത അധികം ഋതു, അത് ചേർത്തെഴുതുമ്പോ എന്താകും? വസന്തർത്തു എന്നാകും കേട്ടോ. വസന്തർത്തു, വസന്ത ഋതുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വാക്ക് അധികം മാധുര്യം, ഇതാണ് ചേർത്തെഴുതുമ്പോൾ എന്താകുന്നത്? വാങ്മാധുര്യമാകുന്നത്. എന്തുകൊണ്ട്? ആദ്യത്തെ വാക്ക് ഖരവർണത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ങഞണ നമ എന്ന അനുനാസികങ്ങളിൽ ഏതെങ്കിലും ഒന്നുമാണെങ്കിൽ ഈ അനുനാസിക വർണം ഖരവർണത്തെ കൂടി എന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. ക എന്ന ഖരവർണത്തിന്റെ അനുനാസികമാണ് ങ. അങ്ങനെയാണ് വാക്ക് അധികം മാധുര്യം എന്തായത്? വാങ്മാധുര്യമായത്. മറ്റൊന്ന് സമ്രാൺ നഗരം, സാമ്രാട് എന്നില്ല കേട്ടോ, സമ്രാട്ട് എന്നേ ഉള്ളൂ. സമ്രാട്ട് അധികം നഗരം, ഇത് ചേർത്തെഴുതുമ്പോ സമ്രാൺ നഗരമാകും. എന്താണ്? ഇവിടെ അനുനാസികം വന്നതുകൊണ്ട് ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ഖരവർണത്തെ കൂടി അത് എന്താക്കി? അനുനാസികമാക്കി. തീർന്നില്ല, നായും നായും കൂടി ചേർന്നാൽ ഇരട്ടിച്ച നായാണ് ഫലം അല്ലെ. കൺ അധികം നീർ ചേർത്തെഴുതുമ്പോ എന്തു വരും? നായും നായും കൂടി ചേർന്നത് കൊണ്ട് ഇരട്ടിച്ച നാ വരും. അങ്ങനെ കണ്ണീർ എന്ന വാക്ക് വരുന്നു. കണ്ടോ? നായും നായും കൂടെ ഇവിടെ വീണ്ടും ചേർന്നത് കൊണ്ട് രണ്ടാമത്തെ ഈ നാ കൂടി എന്തായി? നായായി. അങ്ങനെയാണ് ഏത് വാക്കുണ്ടായത്? സമ്രാൺ നഗരം എന്ന വാക്ക് ഉണ്ടായത്. നാ പോയിട്ട് നാ വന്നു കേട്ടോ. അമ്മയം, അമ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? പദ അല്ലെങ്കിൽ കുമിള എന്നർത്ഥം വരുന്ന വാക്കാണ് അമ്മയം. അപ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം എന്നാണ് അല്ലെ. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ട് മാ വന്നത്? ഇവിടെ മാ എന്ന അനുനാസികം വന്നിരിക്കുന്നു. ഈ അനുനാസിക വർണം പായെ കൂടി എന്താക്കി മാറ്റി? മായാക്കി മാറ്റി അല്ലെ. അങ്ങനെയാണ് ഇരട്ടിച്ച മകാരം ഇവിടെ വന്നത്. വിദ്യുത് ശക്തി എന്ന വാക്ക് തായും ശായും കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ അത് എന്തായി മാറും? ചായും ചായുമായിട്ട് മാറും. അങ്ങനെയാണ് വിദ്യുത്ത് അധികം ശക്തി എന്തായത്? വിദ്യുത് ശക്തിയായത്. ആപത്ത് അധികം ശങ്ക ചേർത്തെഴുതുമ്പോ ആപച്ഛങ്ക എന്ന് വരുന്നതും ഇതേ കാരണം കൊണ്ടാണ്. അപ്പോ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടെത്താനും അറിയാനും ഒക്കെ ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വേണം നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഇതൊരു തയ്യാറെടുപ്പാകട്ടെ, ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആകട്ടെ, നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിന് സഹായകമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.